നമസ്കാരം, എൻ്റെ പേര് അരുൺരാജ്. മാത്സിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ICSEയുടെ മറ്റൊരു ചാപ്റ്ററായ പ്രോബിലിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഇത്തിരി ടഫായിട്ടൊരു ചാപ്റ്ററാണ്. അതിന് പ്രോബിലിറ്റി എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ നമുക്ക് നേരെ ബേസിക് ടേംസ് ആൻഡ് കൺസെപ്റ്റിലോട്ട് പോകാം. അപ്പോൾ പ്രോബിലിറ്റി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പ്രോബബിലിറ്റി പേരിൽ തന്നെ ഉണ്ട്. എന്തിൻ്റെയോ ചാൻസ്, പ്രോബബിലിറ്റി മീൻസ് ചാൻസുകളെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചില ടേംസുകൾ പരിചയപ്പെടാം. എന്തൊക്കെയാണ് എക്സ്പെരിമെന്റ്, എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആൻഡ് ഇവന്റ്. ഇതൊക്കെയാണ് ഒരു ക്വസ്റ്റ്യനകത്ത് ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ടേംസുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് എക്സ്പെരിമെന്റ്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് എന്താ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്തിനാ? നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിലൂടെ കുറച്ച് റിസൾട്ടുകൾ കിട്ടും. അപ്പോൾ എന്തെങ്കിലും നമ്മളൊരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പെരിമെന്റ്. നമ്മൾ എന്ത് പ്രോസസ്സാണോ ചെയ്യുന്നത് ആ പ്രോസസ്സ് മൂലം നമുക്ക് കിട്ടുന്ന കുറേ റിസൾട്ട്സ് കിട്ടും. ആ റിസൾട്ട്സുകളുടെ കൂട്ടത്തെയാണ് എക്സ്പെരിമെന്റ് എന്നറിയപ്പെടുന്നത്. ആ ഓരോ റിസൾട്ട്സും നമുക്ക് ചിലപ്പോൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന റിസൾട്ട് ആയിരിക്കും കിട്ടേണ്ടത്. ആ ഇന്ന റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട്സ് കാണാം. ഉദാഹരണത്തിന് നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോയിനകത്ത് ഒന്നെങ്കിൽ ഹെഡോ അല്ലെങ്കിൽ ടെയിലോ വീഴത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ അതിൻ്റെ ഔട്ട്കംസ് മീൻസ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിനാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്നറിയപ്പെടുന്നത്. നമുക്ക് മനസ്സിലായോ? ജനറലി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളെയാണ്. ഔട്ട്കംസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളെ പറയുന്ന പേരാണ് എക്സ്പെരിമെന്റ് എന്നറിയപ്പെടുന്നത്. റാൻഡം എക്സ്പെരിമെന്റ് എന്നറിയപ്പെടുന്നത് നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണെന്ന് തന്നെ നമുക്കറിയാം. ഉദാഹരണത്തിന് ഡൈ ത്രോ ചെയ്യുമ്പോഴോ നമുക്കറിയാം, ഡൈ ത്രോ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഡൈസിനകത്ത് 1 2 3 4 5 6 എന്ന നമ്പേഴ്സേ നമുക്ക് കിട്ടത്തുള്ളൂ എന്നറിയാം. ആ എക്സ്പെരിമെന്റ് റിസൾട്ട് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന എക്സ്പെരിമെന്റ്സിന് റാൻഡം എക്സ്പെരിമെന്റും. അടുത്തത്, അപ്പോൾ എക്സ്പെരിമെന്റും റാൻഡം എക്സ്പെരിമെന്റും എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തത് നമുക്ക് അറിയേണ്ടത് എന്താണ് സാമ്പിൾ സ്പേസ് എന്ന്. സാമ്പിൾ സ്പേസ് എന്നറിയപ്പെടുന്നത് നമുക്ക് ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ നമുക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടാം എന്ന് നമുക്കറിയാം. ആ റിസൾട്ട്സിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത് സാമ്പിൾ സ്പേസ് എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ഡൈ ടോസ് ചെയ്യുകയാണ്. അപ്പോൾ ഡൈ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സാമ്പിൾ സ്പേസ് കിട്ടാം? 1 കിട്ടാം. ഡൈ ടോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 1 വീഴാം, അല്ലെങ്കിൽ 2 വീഴാം, അല്ലെങ്കിൽ 3 വീഴാം, അല്ലെങ്കിൽ 4 വീഴാം, അല്ലെങ്കിൽ 5 വീഴാം, അല്ലെങ്കിൽ 6 വീഴാം. ഇത്രയും റിസൾട്ട്സ് നമുക്ക് കിട്ടിക്കൂടെ ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ? ഇതിൽ ഈ കളക്ഷൻ ഓഫ് റിസൾട്ട്സിനെ നമ്മൾ എഴുതുന്നതാണ്. നമ്മൾ കളക്ഷൻ ഓഫ് റിസൾട്ട്സിനെ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു, എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു, എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. പേരിൽ തന്നെ ഉണ്ട്, കിട്ടുന്ന ഔട്ട്കംസ്. ഈ കിട്ടുന്ന റിസൾട്ട്സുകളാണ് നമ്മുടെ ഔട്ട്കംസ്. നമുക്ക് എന്താണോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് കിട്ടുന്നത് അതാണ് നമ്മുടെ ഔട്ട്കംസ്. അതെന്താ? ഈക്വലി ലൈക്ലി ആയിരിക്കണം. ഉദാഹരണത്തിന് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഹെഡും ടെയിലും വരാനുള്ള ചാൻസ് ഈക്വൽ അല്ലേ? ഹെഡ് വീഴാൻ അല്ലെങ്കിൽ ടെയിൽ വീഴാനും ഉള്ള ചാൻസ് ഈക്വലി. കാരണം അതിന് ഒന്നെങ്കിൽ ഹെഡോ ടെയിലോ രണ്ടിനും 100% ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 to 6 നമ്പേഴ്സ് വീഴാൻ വേണ്ടി ഈക്വലി ഔട്ട്കംസ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, എന്താ അപ്പോൾ നോൺ ഈക്വലി ലൈക്ക് ഔട്ട്കംസ്? അപ്പോൾ ആ നോൺ ഈക്വലി ലൈക്ക് ഔട്ട്കംസ് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയാം. എൻ്റെ കയ്യിൽ ഒരു 6 കാർഡുണ്ട്. 6 കാർഡ്സ് എൻ്റെ കയ്യിൽ ഒരു 6 കാർഡ്സ് ഉണ്ട്. 6 കാർഡ്സിനകത്ത് എൻ്റെ കയ്യിൽ 4 കാർഡ്സ് ഗ്രീൻ കളറും 2 കാർഡ്സ് ബ്ലൂ കളറും എന്ന് വെച്ചോളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തുകൊണ്ട് 6 കാർഡ്സ് ഉണ്ട്. അതിൽ 4 കാർഡ്സ് ഗ്രീൻ കളറും 2 കാർഡ്സ് ബ്ലൂ കളറും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിറ്റി പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാർഡ് ചൂസ് ചെയ്യാം. അപ്പോൾ കാർഡ് ചൂസ് ചെയ്യുമ്പോൾ നോക്കേ, നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഏതൊരു കാർഡിന് വരാനാണ് ചാൻസ് കൂടുതൽ? ഗ്രീൻ കാർഡല്ലേ. കാരണം ഒരു ബോക്സിനകത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഇടുമ്പോൾ ഗ്രീൻ കാർഡല്ലേ കൂടുതലുള്ള. അപ്പോൾ ഗ്രീൻ കാർഡ് കൂടുതലുള്ളത് നമുക്ക് പിക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. ചാൻസ് മീൻസ് പ്രോബബിലിറ്റി കൂടുതൽ ഏതിനാ? ഗ്രീൻ കാർഡാണ്. അപ്പോൾ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണ്. രണ്ടിനും ഒരേ വെയിറ്റേജ് ആണോ ഉള്ളത്? അല്ല, ഗ്രീൻ കാർഡിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. ആരെക്കാട്ടിൽ? ബ്ലൂ കാർഡിനെ കാട്ടിൽ. അതുകൊണ്ട് ഇത് നോൺ ഈക്വലി ഔട്ട്കംസ് എന്നറിയപ്പെടും. ഇത് ഈക്വലി ലൈക്ക് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ടെയിൽ വീഴാൻ രണ്ടിനും ഈക്വൽ ചാൻസ് ആണുള്ളത്. പക്ഷേ ഇവിടെ 4 കാർഡ്സ് കൂടുതലുള്ള ഇതിനെ കാട്ടി, ബ്ലൂ കാർഡിനെ കാട്ടി ഗ്രീൻ കാർഡ് കൂടുതൽ ഉണ്ടായത് കൊണ്ട് ഏത് കാർഡ്സിനാണ് കൂടുതൽ ചാൻസ്? ഗ്രീൻ കാർഡ് വീഴാനാണ് കൂടുതൽ ചാൻസ് എന്നറിയപ്പെടുന്നത്. അതാണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്നറിയപ്പെടുന്നത്.
ഇനി ഈവൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട്സ്, ഔട്ട്കംസിനെയാണ് ഈവൻ്റ് എന്നറിയപ്പെടുന്നത്. ഓരോ ഈവൻ്റ് എന്ന് പറയുന്നത് ഓരോ റിസൾട്ടാണ്, ഓരോ ഔട്ട്കംസ് ആണ്. ഉദാഹരണത്തിന് നമ്മളൊരു ഡൈ അല്ലെങ്കിൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വീഴാനുള്ള ചാൻസ് ഒരു ഈവൻ്റ് ആണ്, അല്ലെങ്കിൽ ആ കോയിൻ ഹെഡ് വീഴുന്നത്, അല്ലെങ്കിൽ ഹെഡ് എന്ന് പറഞ്ഞൊരു ഔട്ട്കം. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡും കിട്ടും ടെയിലും കിട്ടും. അപ്പോൾ ഹെഡ് വീഴാൻ ആ കോയിൻ്റെ ചാൻസ് അതൊരു ഈവൻറ്റുകളാണ്. അത് ഔട്ട്കം എന്ന് പറയുന്നതോടൊപ്പം അതൊരു ഈവൻറ്റിനെ നമ്മൾ ഈവൻ്റായിട്ട് സൂചിപ്പിക്കുന്നു. ടെയിൽ എന്ന് പറയുന്നത് എന്താ, ഒരു റിസൾട്ടാണ്, ഒരു ഔട്ട്കം ആണ്. അത് നമുക്ക് എന്തെന്ന് പറയാം, ഒരു ഈവൻ്റ് എന്ന് പറയാം. ടെയിൽ വീഴുന്നത് ഒരു ഈവൻ്റ് എന്ന് അറിയാം, ഈവൻ്റ് എന്ന് നമുക്കതിനെ പറയാം. അപ്പോൾ ഹെഡ് വീഴുന്നത് ഒരു ഈവൻ്റ് ആണ്, ടെയിൽ വീഴുന്നത് ഈവൻ്റ് ആണ്. വൺ എന്ന് പറയുന്നത് ഡൈയിൽ വൺ എന്ന് കാണിക്കുന്നത് ഒരു ഈവൻ്റ് ആണ്. ഡൈ ത്രോ ചെയ്യുമ്പോൾ 2 വരുന്നത് ഒരു ഈവൻ്റുകളാണ്. പറഞ്ഞാൽ ഔട്ട്കംസിന് തന്നെയാണ് ഈവൻ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബേസിക് ടേംസ് പറയുകയാണ്, എന്താണ് എക്സ്പെരിമെൻറ്റ്, എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് ഈക്വലി ലൈക്ക് ഔട്ട്കംസ്, എന്താണ് ഈവൻറ്റുകൾ. അപ്പോൾ ഇത് നമ്മൾ ബേസിക് ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് എന്താണ് പ്രോബബിലിറ്റി എന്ന് അറിയപ്പെടുക, എങ്ങനെ ഒരു പ്രോബബിലിറ്റി മെഷർ ചെയ്യാം, മെഷർമെൻറ്റ് ഓഫ് എ പ്രോബബിലിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഈവൻറ്റ് നടക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈവൻറ്റ് മീൻസ് ഏതോ ഒരു റിസൾട്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഹെഡ് വീഴുന്നു, ഹെഡ് എന്ന് പറഞ്ഞൊരു ഈവൻ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഹെഡ് വീഴണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് കണ്ടുപിടിക്കുന്നത് ഇക്ക് ഫേവറബിളായി എത്ര ഈവൻസ് ഉണ്ടോ, ഇക്ക് ഫേവറബിളായി എത്ര ഈവൻസ് ഉണ്ടോ ഡിവൈഡഡ് ബൈ നമുക്ക് ആ എക്സ്പെരിമെൻറ്റിനകത്ത് എത്ര ടോട്ടൽ ഔട്ട്കംസ് ഉണ്ടോ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ഇക്ക് ഫേവറബിൾ, എന്ന് പറയുന്ന ഒരു ഈവൻ്റ് ആണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു ഡൈ അല്ലെങ്കിൽ ഒരു ടോയിൻ ടോസ് ചെയ്യുകയാണ്, ഒരു കോയിന് ടോസ് ചെയ്യുകയാണ്. എന്ന് പറയുന്നത് എൻ്റെ ഒരു ഈവൻ്റ് ആണ്. എന്ന് പറയുന്ന ഒരു ഈവൻ്റ് ആണ്. അപ്പോൾ ആ ഈവൻറ്റിനകത്ത് ഞാൻ പറഞ്ഞു ഡിഫൈൻ ചെയ്തു, ഹെഡാണ് വീഴേണ്ടത്. എന്ന ഈവൻറ്റിൽ ഹെഡ് ഷുഡ് ബി അപ്പിയർ, ഹെഡ് വീഴണം. അപ്പോൾ ഹെഡ് എന്ന ഈവൻ്റാണ് നടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് ആണ്, ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് ആണ്, 2 ഔട്ട്കംസ് ആണ്. ഹെഡും വരാം ടെയിലും വരാം. അപ്പോൾ 2 ഔട്ട്കംസ് ആണല്ലോ. പക്ഷേ എനിക്ക് ഡിഫൈൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൈൻ ചെയ്ത ഹെഡ് ഷുഡ് ബി അപ്പിയർ, ഹെഡാണ് വരേണ്ടത്. അപ്പോൾ ഇക്ക് ഫേവറബിളായി എത്ര ഈവൻ്റ് ഉണ്ട്, ഒരു ഈവൻ്റല്ലേ ഉള്ളൂ. ഹെഡ് എന്ന് പറഞ്ഞ ഒരു ഈവൻ്റല്ലേ ഉള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഷുഡ് ബി അപ്പിയർ ഈസ് ഈക്വൽ ടു എത്ര, 1. എന്ന ഹെഡ് വീഴാനുള്ള ഒരു ഹെഡേ ഉള്ളൂ. 1 ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം 1/2 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. അപ്പോൾ എങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് ഈവൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്കംസ് ആണ്. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഓരോ ഔട്ട്കംസ് ആണ്. എനിക്ക് അത് തന്നെ വരണം, അല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഡൈയുടെ അപ്പർ ഫേസിൽ നമ്പർ തന്നെ വരണം. ഉദാഹരണത്തിന് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 അപ്പർ ഫേസിൽ വരണം, 6 എന്ന നമ്പർ അപ്പർ ഫേസ് വരാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ 3 എന്ന നമ്പർ അപ്പർ ഫേസ് വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഓരോ നമ്മുടെ റിസൾട്ടിനെയും നമുക്ക് കിട്ടേണ്ട ഓരോ റിസൾട്ടിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് ഈവൻ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ പ്രോബബിലിറ്റി മെഷർ ചെയ്യുന്നത് ആ ഈവൻറ്റിന് ഫേവറബിളായ എത്ര ഈവൻറ്റ്സ് നടന്നു, ആ ഈവൻറ്റിന് ആ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് ഫേവറബിളായ എത്ര ഈവൻറ്റ്സ് നടന്നു ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. ആ എല്ലാ ഔട്ട്കംസിൻ്റെ ടോട്ടൽ നമ്പർ എത്ര ഔട്ട്കംസ് ഉണ്ടോ അതിൻ്റെ എല്ലാം. ഉദാഹരണത്തിന് പറഞ്ഞു, ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ആ കോയിന് അപ്പർ ഫേസിൽ 3 വരാനുള്ള പ്രോബബിലിറ്റി എന്താ, 1/6. ടോട്ടൽ ഔട്ട്കംസ് എത്ര, ഒരു ഡൈ ടോ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 1 വീഴാം, അല്ലെങ്കിൽ 2 വീഴാം, അങ്ങനെ 6 പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ 6 പോസിബിൾ ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഇൻ ദ കേസ് ഓഫ് എ ഡൈസ് ഈസ് 6. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾക്ക് എത്ര ഔട്ട്കംസ് കിട്ടുന്നു, ടോട്ടൽ എത്ര ഔട്ട്കംസ് കിട്ടാമോ അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. ഇനി ഈവൻറ്റ്, ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് ഫേവറബിൾ ആയിട്ടുള്ളതാണ് ന്യൂമറേറ്റർ വരുന്നത്. അപ്പോൾ എങ്ങനെ പ്രോബബിലിറ്റി മെഷർ ചെയ്യുന്നത്, നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഫേവറബിൾ ടു ടു ദാറ്റ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ആൾ പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അതിന് ബേസിക്സ് പറഞ്ഞത്. എന്താണ് എക്സ്പെരിമെൻറ്റ്, എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, എന്താണ് സാമ്പിൾ സ്പേസ് ഓർത്തിരിക്കുക. സാമ്പിൾ സ്പേസിൻ്റെ എണ്ണമാണ് ടോട്ടൽ നമ്പർ ഓഫ് ആൾ പോസിബിൾ ഔട്ട്കംസ്. നമ്മളെല്ലാം എഴുതുന്ന റിസൾട്ട്, നമുക്ക് കിട്ടുന്ന എല്ലാ ഔട്ട്കംസ് ആണ് സാമ്പിൾ സ്പേസിൽ. അതിൻ്റെ എണ്ണമാണ് ടോട്ടൽ നമ്പർ ഓഫ് ആൾ പോസിബിൾ ഔട്ട്കംസ്. എന്താ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറഞ്ഞു, എന്താണ് ഈവൻ്റ് എന്ന് പറഞ്ഞു, എങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. P of E is equal to number of events favorable to E. നോർമലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് M എന്നും ടോട്ടൽ നമ്പർ ഓഫ് ആൾ പോസിബിൾ ഔട്ട്കംസിന് N എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് പ്രോബബിലിറ്റി ഓഫ് E നമ്മളപ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, M ഡിവൈഡഡ് ബൈ N ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജനറൽ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ ടോട്ടൽ നമ്പർ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് M/N എന്ന് പറയും. എന്താ M, എന്താ N എന്ന് പറയുന്നത്
ആ ഔട്ട്കംസിൽ എല്ലാ പോസിബിൾ ഔട്ട്കംസും നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന എല്ലാ ഔട്ട്കംസിൻ്റെ നമ്പറുകൾ ടോട്ടൽ നമ്പറുകളാണ് എന്നും. ഇനി ഒരു ഈവൻറ്റിന് ഫേവറബിൾ ആയിട്ട് എത്ര ഈവൻറ്റുകൾ നടന്നു എന്ന് പറയുന്നതാണ് എം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്സ് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റിയുടെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലോട്ട് കിടക്കാം. നമുക്കറിയാം കാർഡ്സ്, പ്രോബബിലിറ്റിയിൽ എപ്പോഴും വരുന്നതാണ് കാർഡ്സ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആ കാർഡ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കാർഡ്സ്, ഒരു ഡെക്ക് ഓഫ് കാർഡ്സിന് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, കാരണം നമ്മൾ കാർഡ് കളിക്കുന്നതാണ്. അപ്പോൾ കാർഡ്സിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു കാർഡിനകത്ത് എത്ര ചീട്ടുണ്ട്, എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട്. ഒരു ഡെക്കിനകത്ത് 52 കാർഡ്സ് ഉണ്ട് അല്ലേ? ആ 52 കാർഡ്സിനകത്ത് ഏതൊക്കെയുള്ള ഷേപ്പ് ഏതൊക്കെയുള്ള നമുക്കറിയാം. ഹാർട്സ് ആണ്, ഡയമണ്ട്സ് ഉണ്ട്, ക്ലബ്സ് ഉണ്ട്, സ്പേഡ് ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന തന്നെ. അപ്പോൾ എത്ര വീതമുണ്ട്? 52നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 13 13 13 13 ഈച്ച് വെച്ചിട്ട് കാർഡ്സ് എണ്ണം പോകുന്നുണ്ട്. അപ്പോൾ എന്താ 13 സ്പേഡ് വരുന്നുണ്ട്, 13 ഹാർട്സ് വരുന്നുണ്ട്, 13 ഡയമണ്ട്സ് വരുന്നുണ്ട്, 13 ക്ലബ്സ് വരുന്നുണ്ട്. ഫിഗർ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഹാർട്സും ഡയമണ്ട്സും പറയേണ്ട അല്ലെങ്കിൽ നമുക്കറിയാം. നമുക്ക് നമ്മുടെ കാർഡ്സിനെ പറയുന്നത് ഏതാ? കാർഡ്സ് ഉദ്ദേശിക്കുന്നറിയില്ല, നമ്മൾ സാധാരണ കളിക്കുന്ന ചീട്ടാണ് ഉദ്ദേശിക്കുന്നത്. ചീട്ടാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഉണ്ട്, ഡയമണ്ട് ഷേപ്പ് ഉണ്ട്, ക്ലബ് ഉണ്ട്, നമ്മൾ ക്ലാവർ എന്നൊക്കെ പറയും. നമ്മൾ കളിക്കുമ്പോൾ ക്ലാവർ എന്ന് പറയും. അപ്പൊ ക്ലബ് ഉണ്ട്, സ്പേഡ് ഉണ്ട്. സ്പേഡ് നമ്മൾ സ്പേഡ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു എണ്ണം എത്ര? 13 13 13 13 ഈച്ച്. ഇനി ഇതിനകത്ത് ഏതൊക്കെയാ നമുക്ക് കളിക്കുമ്പോൾ അറിയാം. ഏതൊക്കെയാ? റെഡ് കളറും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട് അല്ലേ? ചുവപ്പും കറുപ്പും ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ ചുവപ്പുള്ളത്? ഒബ്വിയസ്ലി നമുക്കറിയാം ഹാർട്ട് എപ്പോഴും ചുവന്നിരിക്കുകയാണല്ലോ. അപ്പൊ ഹാർട്ടും ഡയമണ്ട്സും ചുവപ്പാന്നറിയാം, റെഡ് കളറാന്നറിയാം. സ്പേഡോ ബ്ലാക്ക് കളറോ? സ്പേഡും ക്ലബ്സും ബ്ലാക്ക് കളറാന്നറിയാം. അപ്പൊ ബ്ലാക്ക് കളർ ടോട്ടൽ ഉണ്ടെന്ന് വെച്ചാൽ 13 13 26. റെഡ് കളർ കാലത്തിലുണ്ടെന്ന് വെച്ചാൽ 13 13 അവിടെ 26 ആണ്. അപ്പൊ റെഡ് കളറും ബ്ലാക്ക് കളറും തിരിച്ചറിയുക. ഏതൊക്കെ ചിഹ്നമാണ് ബ്ലാക്ക്, ഏതൊക്കെയാന്ന് റെഡ് നമുക്കറിയാം. ഇനി അടുത്ത ആ സ്പീഡിനകത്ത് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യത്തില്ല. ഏതാ? കിങ്, ക്യൂന്, ജാക്ക് നമുക്ക് അറിയാം. മുഖമുള്ള കാർഡ്സ് ഉണ്ടല്ലോ, മുഖമില്ലാത്തത് മുഖമുള്ള കാർഡ്സ് ഉണ്ട്. കിങ്, ക്യൂന്, ജാക്കല്ലേ ഫേസ് ഉള്ളത്, ഒരാളുടെ രൂപമൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന കാർഡുകൾ, അതാണ് കിങ്, ക്യൂന്, ജാക്ക്. മുഖം ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ രൂപം ഉള്ളത് കൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫേസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്പെയ്ഡിനകത്ത് അല്ലെങ്കിൽ ഒരു ഹാർട്സിനകത്ത് അല്ലെങ്കിൽ ഒരു ഡയമണ്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ക്ലബിനകത്ത് എത്ര ഫേസ് കാർഡ് ഉണ്ട്? 3 കാർഡുകളില്ലേ? 3 കാർഡുകളുണ്ട്. ഓരോ ഡിഫറെന്റ് ഷേപ്പുള്ള കാർഡിനകത്തും 3 ഫേസ് കാർഡുകളുണ്ട്. കിങ്, ക്യൂന്, ജാക്ക്. ബാക്കിയുള്ളത് 2 to 10 ഉള്ള നമ്പേഴ്സിലുള്ള കാർഡ്, 2 3 4 എന്ന് പറഞ്ഞ നമ്പേഴ്സിലുള്ള കാർഡും ഉണ്ട്. അപ്പോൾ 2 to 10 ഉണ്ട്. ഇത് ടോട്ടൽ എഴുതി നോക്കി. 2 to 10 കിങ്, ക്യൂന്, ജാക്ക് സമ്മാകുമ്പോഴാണ് 13 കാർഡ്സ് വരുന്നത്. ഇത് തന്നെ എല്ലായിടത്തും ഇല്ലേ? ഹാർട്സിനകത്ത് എന്തുകൊണ്ട്? ഫേസ് കാർഡ് ഇല്ലേ? കിങ്, ക്യൂന്, ജാക്കിന്റെ ഫേസ് കാർഡ് ഉണ്ട്, 2 to 10 കാർഡ് ഉണ്ട്. ഡയമണ്ട്സിനകത്ത് എന്തുകൊണ്ട്? ഇതുപോലുള്ള ഫേസ് കാർഡ് ഉണ്ട്, 2 to 10 കാർഡ്സ് ഉണ്ട്. ക്ലബ്സിനകത്തും ഫേസ് കാർഡ് ഉണ്ട്, 2 to 10 നമ്പേഴ്സ് കാർഡും ഉണ്ട്. അപ്പൊ ഫേസ് കാർഡ് ഓർത്തിരിക്കണം, കാരണം നിങ്ങൾക്ക് എത്ര ഫേസ് കാർഡ് ഉണ്ടെന്ന് ഫേസ് കാർഡ് പ്രോബിലിറ്റി എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഫേസ് കാർഡ് എന്തൊക്കെയാ? കിങ്, ക്യൂന്, ജാക്ക്. അപ്പൊ ഇത്രയാണ് ജസ്റ്റ് കാർഡിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്ക് അറിയാം, ഒന്നുകൂടെ പറയാം. 52 കാർഡ്സ് ഉണ്ട്, 52 ചീട്ട്. സാധാരണ ചീട്ട് കളിക്കുന്ന നോക്കിയാൽ 52 കാർഡ്സ് ഉണ്ട്. അതിനകത്ത് തന്നെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 ഷേപ്പ് ആയിട്ട്. ഒന്ന് സ്പേഡ്, ഒന്ന് ഹാർട്സ്, ഒന്ന് ഡയമണ്ട്, ക്ലബ്ബ്. ഓരോന്നിന്റെയും നമ്പേഴ്സ് എത്ര? എല്ലാത്തിനും 13 13 ഈച്ച് വെച്ചാണ്. അപ്പൊ ഓരോ 13നകത്തും 2 to 10 ഉള്ള നമ്പേഴ്സ് കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ 3 ഫേസ് കാർഡ് ഇതുണ്ട്. അപ്പൊ ഇതാണ് ജസ്റ്റ് കാർഡിന്റെ ഇൻട്രൊഡക്ഷൻ. ഇതറിഞ്ഞാൽ, കാരണം ക്വസ്റ്റിനകത്ത് എത്ര ക്ലബിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഡയമണ്ട്സിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിരിക്കും, എത്ര ഫേസ് കാർഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി ആയിരിക്കും. പ്രോബിലിറ്റി അറിയുന്നതിന് മുമ്പേ, ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണ്ടേ, എത്ര എണ്ണം ഉണ്ടെന്ന് തിരിച്ചറിയണ്ടേ. അതിനുവേണ്ടി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണ് ഈ കാർഡ്സിന്റെ നമ്പേഴ്സും കാർഡ്സിന്റെ എണ്ണവും കാർഡ്സിന്റെ പേരും ഫേസ് കാർഡ്സും കാര്യങ്ങളെല്ലാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു ഇ എന്ന് പറയുന്നത് എന്താണ്. ഇ എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണെന്നറിയാം. ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം നടക്കാൻ പോകും. നമുക്കറിയാം എന്താ ഒരു ഈവന്റ്. നമ്മൾ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഒരു ഈവന്റ് നമ്മൾ വെച്ചിട്ടുണ്ട്, അങ്ങനെ നടക്കാൻ കാര്യമുള്ള ഒരു സാധ്യത. അതിന്റെ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പി ഓഫ് ഇ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഒരു ഇ എന്ന് പറയുന്നത് ഒരു ഈവന്റ് നടക്കാനുള്ള സാധ്യത, ഒക്കറൻസ് ഓഫ് ആൻ ഈവന്റ് ആണ് ഈ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ അത് നടക്കാതിരിക്കാനും പറ്റുമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു ഈവന്റ് നടക്കുകയും ചെയ്യാം, നടക്കാതിരിക്കുകയും ചെയ്യാം. അപ്പൊ നടക്കുന്നതിന് നമ്മൾ പി ഓഫ് ഇയും, ആ ഈവന്റ് നടക്കുകയാണെങ്കിൽ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നടക്കാതിരിക്കാനാണെങ്കിൽ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈയുടെ മണ്ടേ മേളൊരു വരയിടും. എന്താ? ഈ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഈ ഡാഷ് എന്നൊക്കെ വിളിക്കും. ശ്രദ്ധിച്ചോണം, ഇ എന്ന് പറയുന്നത് ഒരു ഈവന്റ് നടക്കാനുള്ള ചാൻസ്. അപ്പൊ ഈ ഡാഷ് എന്താ? ഒരു ഈവന്റ് നടക്കാതിരിക്കാനുള്ള ചാൻസ്. രണ്ട് വ്യത്യാസം മനസ്സിലാക്കണേ. ഈ ഒരു ഈവന്റ് നടക്കാനുള്ള ചാൻസ്, ഈ ഡാഷ് നടക്കാതിരിക്കാനുള്ള ചാൻസ്. അപ്പൊ നടക്കാതിരിക്കാനുള്ള ചാൻസിന്റെ പ്രോബിലിറ്റി ആണ് പി ഓഫ് ഇ ഡാഷ്.
ഓർത്തിരിക്കണേ. ആ ഒരു ഇവന്റ് നടക്കാതിരിക്കാനുള്ള ചാൻസ് ആണ് പി ഓഫ് ഇ ഡാഷ്. നമ്മൾ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ കല്യാണം നടക്കാനോ നടക്കാതിരിക്കാനുള്ള ചാൻസ് ഇല്ലേ, അപ്പൊ അതിന്റെ ഒരു പ്രോബിലിറ്റി വെച്ച് പറയാവുന്നതേ ഉള്ളൂ. അപ്പൊ പി ഓഫ് ഇയും പി ഓഫ് ഇ ഡാഷും, ഈ രണ്ട് ഈവന്റുകളും, രണ്ട് ഇയും ഇ ഡാഷിനെയും നമ്മൾ എന്തുമായിട്ട് പറയും, ഇനെയും ഇ ഡാഷിനെയും ടുഗദർ പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി പെയർസ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഈവന്റ്സ് എന്ന് അറിയപ്പെടും. കോംപ്ലിമെന്ററി, രണ്ടും ഒന്നിനോടൊന്ന് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുക, ഒന്നുണ്ടെങ്കിൽ മറ്റേതില്ല, ഒന്നുണ്ടെങ്കിൽ മറ്റേതില്ല. അതാണ് കോംപ്ലിമെന്ററി ഇവന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പി ഓഫ് ഇയും പി ഓഫ് ഇ ഡാഷും കോംപ്ലിമെന്ററി ഇവന്റ്സുകളാണ്. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇ എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നു. ആ ഈ നടക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കാർഡ് വെച്ച് തന്നെ പറയാം, ഫേസ് കാർഡ്. നമുക്ക് ഫേസ് കാർഡ് ചൂസ് ചെയ്യാനുള്ള ഒരു ഈവന്റ് ആണ് നടക്കുന്നത്. ഫേസ് കാർഡ് ചൂസ് ചെയ്യാനുള്ള ഈവന്റ്. നമുക്ക് ഒരു ഡെക്ക് ഓഫ് കാർഡിനകത്ത് എത്ര ഫേസ് കാർഡ് ഉണ്ടെന്നുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. ഈസ് ആൻ ഈവന്റ് ഇൻ വിച്ച് ഫേസ് കാർഡ് വിൽ ബി ഒക്കൂർ. ഫേസ് കാർഡ് ഒക്കൂർ എന്ന ഒരു ഈവന്റ് ആണ്. അപ്പൊ അതിന്റെ ശതമാനം എത്ര നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഒരു ഈവന്റ് എന്ന് പറയുന്ന ഒരു പ്രോബിലിറ്റി വേണ്ടേ? 50 അല്ലെങ്കിൽ 50% ചാൻസ് ഉണ്ട് ഒരു സാധനം നടക്കാൻ, അല്ലെങ്കിൽ 30% ചാൻസ് ഉണ്ട് ഈ ഇവന്റ് നടക്കാൻ. അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഫേസ് കാർഡ് നമുക്ക് എടുക്കാനുള്ള ചാൻസ്. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഫേസ് കാർഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയത്തില്ലേ, നമ്മൾ ചീട്ടിട്ടപ്പോ എനിക്ക് കിങ് ക്യൂന് ജാക്ക് വേണം, അതിന്റെ ഫേസ് കാർഡ് അത് കിട്ടാൻ എനിക്ക് എത്ര ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് എത്ര പ്രോബിലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പി ഓഫ് ഇ കണ്ടുപിടിക്കും. എന്താ ഉദ്ദേശിക്കുന്നത്? ഫേസ് കാർഡ് കിട്ടാനുള്ള ചാൻസ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫേസ് കാർഡ് എത്ര ഉണ്ട്? ഇവിടെ ഒരു 3 ഉണ്ട് ഇല്ലേ, അതുപോലെ ഇവിടെ എത്ര ഉണ്ട്? 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ഫേസ് കാർഡ് ആയി? 3, 6, 9, 12 ആയില്ലേ? ഇത്ര 12 ഫേസ് കാർഡ് ഉണ്ട് ടോട്ടൽ. ആ ഡെക്ക് ഓഫ് കാർഡിനകത്ത് 12 ഫേസ് കാർഡ് ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 52-നകത്തല്ലേ, 52 കാർഡിനകത്തല്ലേ 12 ഉള്ളത്. ശ്രദ്ധിച്ചോണേ, 52 കാർഡിനകത്താണ് 12 ഫേസ് കാർഡ് ഉള്ളത്. ഇതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം, സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കേ. 12 എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 4 into 3 വെച്ച് ഡിവൈഡ് ചെയ്യാം ഇല്ലേ. അതുപോലെ 52 എങ്ങനെ ഡിവൈഡ് ചെയ്യാം നോക്കേ. 15 ഡിവൈഡ് ചെയ്തു. 13 4 പ്രാവശ്യം 13 into 4 അല്ലേ അവിടെ ഡിവൈഡ് ചെയ്തത്. 4 4 ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്ത് വരും? 3/13. അപ്പോ ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 3/13 ആണ്. ഫേസ് കാർഡ് എനിക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് 3/13. ഇനി എനിക്ക് ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ ഡാഷ് ഒന്ന് എഴുതി വെക്കണം, അല്ലെങ്കിൽ ഈ കോംപ്ലിമെന്റ് ഒന്ന് എഴുതി വെക്കണം. എന്താ? ഫേസ് കാർഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി. എനിക്ക് വേണ്ട, കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് വഴി ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, 12 കാർഡ് ഉണ്ട് ഇല്ലേ, ഇവിടെ 12 കാർഡ് ഉണ്ട്. അപ്പൊ മൊത്തം എത്ര കാർഡ് ഉണ്ടെന്നാ പറഞ്ഞേ? 52ഉം 12, മൊത്തം 12 ഫേസ് കാർഡ് ഉണ്ട് ഇല്ലേ. 12 ഫേസ് കാർഡ് ഉണ്ട്. അപ്പൊ ഫേസ് കാർഡ് അല്ലാത്ത കാർഡുകൾ എത്ര ഉണ്ട്? ഇതിന്ന് 3 ഉണ്ട്, ഇതിന്ന് 3, മൊത്തം 12. അപ്പൊ ടോട്ടൽ 52-ന്ന് 12 കുറച്ചാൽ ബാക്കി ഒന്ന് ഫേസ് ഇല്ലാത്ത കാർഡ് അല്ലേ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ശ്രദ്ധിക്കേ. നമ്മുടെ ഈ ഫേസ് കാർഡിന്റെ പ്രോബിലിറ്റി എഴുതി. ഇനി നമുക്ക് എന്താ വേണം? ഫേസ് കാർഡ് അല്ലാത്തതിന്റെ പ്രോബിലിറ്റി. എനിക്ക് ഫേസ് കാർഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി എഴുതണം. അപ്പൊ അതിനകത്ത് ഫേസ് കാർഡ് അല്ലാത്ത എത്ര കാർഡെന്ന് നമുക്ക് അറിയണ്ടേ? ടോട്ടൽ 52 കാർഡിനകത്ത് 12 കാർഡ് എന്താ? ഫേസ് കാർഡ്. അപ്പൊ ബാക്കി 52-ന്ന് 12 കുറച്ചാല് ഫേസ് കാർഡ് അല്ലാത്ത കാർഡ് കിട്ടത്തില്ലേ? എത്ര? 52-ന്ന് 12 കുറച്ചാൽ 0, 40 കാർഡ് ഇല്ലേ. 40 ഡിവൈഡ് ബൈ 52. എങ്ങനെ? 40 ഡിവൈഡ് ബൈ 52. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കേ. 10 into 4 ഡിവൈഡ് ബൈ 13 into 4 എന്ന് എഴുതാമല്ലോ. 10 into 4 ഡിവൈഡ് ബൈ 13 into 4 എന്ന് എഴുതാമല്ലോ. ഇത് പ്രോബിലിറ്റി ആണ്. 10 into 4 ഡിവൈഡ് ബൈ 13 into 4 വെട്ടിക്കളയുമ്പോൾ 10 ഡിവൈഡ് ബൈ 13 കിട്ടി. 10 ഡിവൈഡ് ബൈ 13 കിട്ടി. ഇതെന്താ? പ്രോബിലിറ്റി ഓഫ് കിട്ടാതിരിക്കാനുള്ളത്, ഫേസ് കാർഡ് കിട്ടാതിരിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാർഡ്സ് ഫേസ് കാർഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി 10 ഡിവൈഡ് ബൈ 13. അപ്പൊ പി ഓഫ് ഇ 3/13-നും പി ഓഫ് ഇ ഡാഷ് 10/13-നും കിട്ടി. അപ്പൊ നമുക്ക് ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ നോക്കണ്ടേ, ചെക്ക് ചെയ്യണ്ടേ. എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? പി ഓഫ് ഇ ഡാഷ് 10/13 കിട്ടി. പി ഓഫ് ഇ 3/13-നും പി ഓഫ് ഇ ഡാഷ് 10/13 കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതുവാണ്. പി ഓഫ് ഇ ഡാഷ് കണ്ടുപിടിക്കാൻ 1 മൈനസ് പി ഓഫ് ഇ ഒന്ന് ചെയ്ത് നോക്കി. എന്താ ഉദ്ദേശിക്കുന്നത്? 1-ൽ നിന്ന് പി ഓഫ് ഇ എന്ന് ഡിഫറൻസ് എടുക്കാൻ പോവാം. അപ്പൊ എന്ത് വരും? 1 മൈനസ് 3/13. 1/1 എന്ന് എഴുതാമല്ലോ. 1-നെ ക്രോസ് ചെയ്തേ. 13 മൈനസ് 3/13. 13 മൈനസ് 3 10 ഡിവൈഡ് ബൈ 13. അപ്പൊ നമുക്ക് എന്തോ കിട്ടി? പി ഓഫ് ഇ ഡാഷിന്റെ വാല്യൂ 10/13 കിട്ടില്ല. അതല്ലേ നമ്മൾ അല്ലാതെ ചെയ്ത് വെച്ചത്. വ്യത്യാസം മനസ്സിലായോ? നമ്മളിപ്പോ ഇതിന്ന് അപ്പൊ നമുക്ക് ഫേസ് കാർഡ് വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എണ്ണാൻ പറ്റുമോ? ഉദാഹരണത്തിന് എനിക്കിപ്പോ 100ന്റെ എന്തെങ്കിലും വെച്ചോ, നമ്മൾ ബാക്കിയുള്ള നമ്പേഴ്സിന് എണ്ണാൻ പറ്റിയില്ലെങ്കിൽ എന്തോ ചെയ്താൽ മതി? P
പി ഓഫ് ഇ ഡാഷ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പി ഓഫ് ഇ ഉണ്ടെങ്കിൽ എന്തോ ചെയ്താൽ മതി, 1ൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ ആ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഈവന്റ് ഉണ്ട് നടക്കുവാണെങ്കിൽ അത് നടക്കാതിരിക്കാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 1ൽ നിന്ന് ആ ഈവന്റ് പ്രോബിലിറ്റി കുറച്ചാൽ മതി. അപ്പൊ പി ഓഫ് ഇ ഡാഷ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ഇ ചെയ്താൽ മതി. ശ്രദ്ധിച്ചോണം, പ്രോബിലിറ്റി ഓഫ് നോട്ട് ഒക്കറിങ് ആൻ ഈവന്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഒക്കറിങ് ആൻ ഈവന്റ്. പി ഓഫ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ഇ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലത്തിനകത്തും ഇ ഡാഷ് ഈ കോംപ്ലിമെന്റ് എഴുതാൻ ചോദിക്കും. അപ്പൊ 1 മൈനസ് പി ഓഫ് ഇ ആണ് പി ഓഫ് ഇ കോംപ്ലിമെന്റ് എന്നറിയപ്പെടുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്, പ്രോബിലിറ്റി ഓഫ് ഈവന്റ്, ഒരു ഈവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റിയും ഒരു ഈവന്റ് ഒക്കർ ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റിന്റെ സം എന്താ, 1. ഇതിപ്പുറം കൊണ്ടുവരാൻ എന്ത് വരും, മൈനസ് ഇപ്പുറം വന്നാൽ പി ഓഫ് ഇയും പ്ലസ് പി ഓഫ് ഇ ഡാഷ് 1 അല്ലേ. ഒരു ഈവന്റ് ഒക്കർ ചെയ്യാനും ഒരു ഈവന്റ് ഒക്കർ ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി 1 എന്ന് ഉദ്ദേശിച്ചാല് പ്രോബിലിറ്റിയുടെ ഏറ്റവും വലിയ വാല്യൂ എപ്പോഴും എന്ത് തന്നെ 1 വരത്തുള്ളൂ. ഒരിക്കലും 2ഓ 3ഓ 4ഓ നമ്മൾ ചെയ്തു വരുമ്പോൾ പ്രോബിലിറ്റി വന്ന ആൻസർ എന്താ, തെറ്റാണ്. അപ്പൊ എപ്പോഴും പ്രോബിലിറ്റി എപ്പോഴാ 1 വരത്തുള്ളൂ. ഏറ്റവും ചെറിയ പ്രോബിലിറ്റിയുടെ വാല്യൂ എന്താ, 0 വരത്തുള്ളൂ. പ്രോബിലിറ്റി എപ്പോഴും ഇതിന്റെ ഇടയ്ക്ക് നിൽക്കത്തുള്ളൂ, 0നും 1നും ഇടയ്ക്ക് നിൽക്കത്തുള്ളൂ. 0ക്കും 1നും ഇടയ്ക്കാണ് എപ്പോഴും പ്രോബിലിറ്റിയുടെ വാല്യൂ വരുന്നത്. 2ഓ 3ഓ 4ഓ നെഗറ്റീവ് ഒന്നും വരത്തില്ല. അപ്പൊ ശ്രദ്ധിച്ചോണം, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബിലിറ്റി 1നെ കാട്ടി കൂടി പോയാൽ അവിടെ ചെയ്ത ആൻസർ തെറ്റാണ്. അപ്പൊ പ്രോബിലിറ്റിയുടെ റേഞ്ച് എപ്പോഴും എത്ര, 0 to 1. ഈ രണ്ട് റിലേഷൻസ് ഇത് ഏതെങ്കിലും ഒന്ന് പഠിക്കുക. എപ്പോഴും ഇത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പി ഓഫ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ഇ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇനി പ്രോബിലിറ്റിയിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ നിങ്ങൾക്ക് പ്രോബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നതിന് വേണ്ടി ഒരു ഫസ്റ്റ് ബേസിക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച്, ഇൻ എ ബാഡ്മിന്റൺ മാച്ച് ബിറ്റ്വീൻ രാജേഷ് ആൻഡ് ജോസഫ് ദ പ്രോബിലിറ്റി ഓഫ് വിന്നിംഗ് ഓഫ് രാജേഷ് ഈസ് 0.58. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് വിന്നിംഗ് ഓഫ് രാജേഷ് ആൻഡ് വിന്നിംഗ് ഓഫ് ജോസഫ്. ക്വസ്റ്റ്യൻ കൊണ്ടൊന്നും പേടിക്കണ്ട, എന്താ പ്രോബിലിറ്റി എന്നാ പറഞ്ഞാൽ. അപ്പൊ പ്രോബിലിറ്റി ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കെ 0.58 ഇല്ലേ. 0.58 മീൻസ് 1ന് താഴെയുള്ള ഒരു സംഖ്യ. എന്താ ഉദ്ദേശിക്കുന്നത്, രണ്ടുപേര് കളിക്കുക, ബാഡ്മിന്റൺ കളിക്കുക. അപ്പൊ രണ്ടുപേരെന്ന് മനസ്സിലായല്ലോ, രാജേഷും ജോസഫും തമ്മിൽ ബാഡ്മിന്റൺ കളിക്കുക. അപ്പൊ ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജേഷിന് ജയിക്കാനുള്ള സാധ്യത 0.58. നിങ്ങൾ ഈ പോയിന്റ് ഡെസിബിൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ 58%. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ശതമാനത്തിന് മാറ്റുമ്പോഴാണ് 0.58 എന്ന് എഴുതുന്നത്. 58% രാജേഷിന് ജയിക്കാനുള്ള സാധ്യത. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറയുമ്പോൾ അറിയാം, 58% ഒരാൾക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മറ്റേയാൾക്ക് ജയിക്കാനുള്ള സാധ്യത എത്ര, ജോസഫിന് ജയിക്കാനുള്ള സാധ്യത എത്ര, മൊത്തം 100% നമ്മൾ പറയുന്നത്. 58 ഇടപൊളോസിലാണ് 100% നമ്മൾ പറയുകയാണെങ്കിൽ 58% രാജേഷിന് ജയിക്കാമെങ്കിൽ ജോസഫിന് ബാക്കി എത്ര, 42% അല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മൊത്തം 100%-ലാണെങ്കിൽ നമ്മൾ പറയും 100%-ലാണെങ്കിൽ രണ്ട് ബാഡ്മിന്റൺ പ്ലെയർ രണ്ടുപേരും കൊണ്ട് മത്സരിച്ചുകൊണ്ടിരിക്കുക. രാജേഷിന് 58% മതി. 58% ഉണ്ടെങ്കിൽ രാജേഷ് ജയിക്കും. 58% രാജേഷ് ജയിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ ജോസഫ് ജയിക്കുന്ന എത്ര ആയിരിക്കും, ജോസഫിന് വിന്നിംഗ് പെർസെന്റ് എത്ര ആയിരിക്കും, 100 58 കുറച്ചാൽ 42%. അപ്പൊ അത് നമുക്ക് നേരിട്ട് ഉത്തരത്തിൽ കിട്ടി. നമുക്ക് ഇനി പ്രോബിലിറ്റി വെച്ച് ഇത് തന്നെയുള്ള ഉത്തരം. ഇനി പ്രോബിലിറ്റി വെച്ച് എങ്ങനെ സ്റ്റെപ്പ് നമുക്കൊന്ന് പറയാം. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് നോട്ട് വിന്നിംഗ് ഓഫ് രാജേഷ് ആണ്. പ്രോബിലിറ്റി ഓഫ് ഫൈൻഡ് ദി പ്രോബിലിറ്റി ഓഫ് നോട്ട് വിന്നിംഗ് ഓഫ് രാജേഷ്. രാജേഷ് ജയിക്കാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ തോക്കാനുള്ള ചാൻസ് എത്രയാണ്. അപ്പൊ നോക്കെ നമ്മൾ പറഞ്ഞു ഒരു ഈവന്റിന്റെ ഒരു ഇയും ഈ കോംപ്ലിമെന്റും പറഞ്ഞു. ഒരു ഇ എന്ന് പറയുന്ന ഈവന്റ് നടക്കാനുള്ള ചാൻസ് ആണെങ്കിൽ ഈ കോംപ്ലിമെന്റ് എന്താ, നടക്കാതിരിക്കാനുള്ള ചാൻസ് അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞു പി ഓഫ് ഇയും ഈ കോംപ്ലിമെന്റും എന്താ 1 ആണ്. ഒരു ഈവന്റ് നടക്കാനുള്ള ചാൻസും നടക്കാതിരിക്കാനുള്ള ചാൻസിന്റെ സംബന്ധം നമ്മൾ പറഞ്ഞത് 1 എന്നാ പറഞ്ഞത്. ഇവിടെ നോക്കിയ ഒരു ഈവന്റ്, ഇവിടുത്തെ ഈവന്റ് എന്താ, രാജേഷ് എന്ന് പറഞ്ഞ ഈവന്റ് ആണ്. രാജേഷിന് ബാഡ്മിന്റൺ വിന്നിംഗ് ഉണ്ട്, രാജേഷ് നോട്ട് വിന്നിംഗ് ഉണ്ട്. ഒന്നിന്റെ തന്നെ ഓപ്പോസിറ്റ് പറയുന്നത്, ഒരാൾ ഒന്നെങ്കിൽ ജയിക്കും അല്ലെങ്കിൽ ഒരാൾ തോക്കും. രണ്ടും കോംപ്ലിമെന്റ് അല്ലേ, ഒന്നിന് ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ്, ശ്രദ്ധിച്ചോണേ, പ്രോബബിലിറ്റി ഓഫ് ഞാൻ ചുരുക്കി എഴുതുവാണ്, വിന്നിംഗ് ഓഫ് രാജേഷ്. പ്രോബബിലിറ്റി ഓഫ് വിന്നിംഗ് ഓഫ് രാജേഷും, ശ്രദ്ധിച്ചോണേ, പ്രോബബിലിറ്റി ഓഫ് വിന്നിംഗ് ഓഫ് രാജേഷും പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് വിന്നിംഗ് ഓഫ് രാജേഷും. നോട്ട് വിന്നിംഗ് ഓഫ് രാജേഷും അതിന്റെ സമ്മത്ര 1. എന്താ, ഒന്നിന്റെ ഓപ്പോസിറ്റില് പറയുന്നത്. ഒന്ന് വിന്നിംഗ് ഓഫ് രാജേഷ് ആണെങ്കിൽ ഓപ്പോസിറ്റ് നോട്ട് വിന്നിംഗ് ഓഫ് രാജേഷ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ സംബന്ധം പ്രോബിലിറ്റി ഓഫ് വിന്നിംഗ് ഓഫ് രാജേഷും പ്രോബിലിറ്റി ഓഫ് നോട്ട് വിന്നിംഗ് ഓഫ് രാജേഷിന്റെ സമ്മ് 1. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നോട്ട് വിന്നിംഗ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോട്ട് വിന്നിംഗ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് നോട്ട് വിന്നിംഗ്
ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ഓഫ് രാജേഷ്. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ഓഫ് രാജേഷ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ഓഫ് രാജേഷ് എത്ര? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.58 എന്ന്. 1 മൈനസ് 0.58, 1 0.58 കുറച്ചാൽ 0.42. മനസ്സിലായല്ലോ? എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രോബിലിറ്റി ഓഫ് നോട്ട് വിന്നിങ് ഓഫ് രാജേഷ് 0.42. അപ്പൊ നമ്മൾ പ്രോബിലിറ്റി ഓഫ് നോട്ട് വിന്നിങ് ഓഫ് രാജേഷ് എഴുതി 0.42. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ഓഫ് ജോസഫ്. ആരാ? ജോസഫ് ജയിക്കാനുള്ള സാധ്യത നമുക്കറിയാം. നമുക്ക് രാജേഷും ജോസഫും കൂടെ കളിക്കുന്നേ. അപ്പൊ രാജേഷിന്റെ തോക്കുന്ന സാധ്യത ആയിരിക്കത്തില്ല ജോസഫിന്റെ ജയിക്കുന്ന സാധ്യത. രാജേഷ് 42% 0.42 പ്രോബിലിറ്റി നോക്കുന്നെങ്കിൽ അതേ പ്രോബിലിറ്റിയാ ജോസഫിന് ജയിക്കുന്ന സാധ്യത. കാരണം രണ്ടുപേരിലെ കളിക്കുന്നോളൂ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ഓഫ് ജോസഫിന്റെ ഉത്തരം എന്താ? 0.42 തന്നെ. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഇവര് ഇങ്ങനെ തോക്കുമെന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ജയിക്കുന്നതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പ്രോബിലിറ്റി സെയിം അല്ലേ? ഉത്തരം സെയിം അല്ലേ? അപ്പൊ നമ്മൾ അതിൽ ആദ്യം തന്നെ പറഞ്ഞു 58% ഇയാൾ തോക്കുവാണെങ്കിൽ ജോസഫ് ജയിക്കുന്ന ശതമാനം 42%. അതാണ് 0.42. ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത റോള് ചെയ്യാനാണ്. അടുത്തത് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വർക്കൗട്ട് പ്രോബ്ലംസ് ആണ് തരുന്നത്. നമ്മളിപ്പോ ഇന്ന് പഠിച്ചത് ഈവന്റും അതിന്റെ കോംപ്ലിമെന്റ് ഇവന്റ് അതിന്റെ പ്രോബിലിറ്റിയാണ് പഠിച്ചത്. അപ്പൊ അത് ബേസ് ചെയ്ത് എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യണം. അത് 1, 2, 3 പ്രാവശ്യം ചെയ്യണം. കാരണം ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമായിരിക്കും. കാരണം ഫസ്റ്റ് അല്ലേ, പ്രോബിലിറ്റി തുടക്കമാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് വരുമായിരിക്കും. അപ്പൊ ആ ഡൗട്ട് പരിഹരിച്ച് ഇപ്പൊ ഇതൊക്കെ നോക്കി എങ്ങനെയാണോ ചെയ്യുന്നത് ക്ലാസ് കണ്ട് മനസ്സിലാക്കി എങ്ങനെയാണോ ചെയ്യുന്നത് നോക്കി ചെയ്യുക. അപ്പോൾ 1ാം പ്രാവശ്യം തെറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2ാം പ്രാവശ്യം പിന്നെയും ചെയ്ത് നോക്കുക. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾക്ക് കറക്റ്റ് കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് അതുവരെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ 25A നിങ്ങളുടെ എക്സസൈസിലെ 25A 6, 7, 8, 12 എന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അതിന്റെ മോഡൽ ഇപ്പം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ ബേസിലുള്ള പ്രോബ്ലംസ് തന്നെയാണ്. ഇതിന്റെ ആദ്യത്തെ മുമ്പുള്ള പ്രോബ്ലംസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന്റെ മുമ്പിലത്തെ സെക്ഷൻസ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് 6, 7, 8, 12 എന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. നമ്മൾ അതിന്റെ കറക്റ്റ് നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആണ് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി സെക്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം പ്രോബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഇൻട്രോഡക്ടറി പാർട്ട് എല്ലാം കഴിഞ്ഞു. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കിപ്പോൾ കോയിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഡൈസിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, കാർഡ്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.